ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ്. നിയമസഭയിൽ വിവാദ വിഷയങ്ങൾ സംബന്ധിച്ച പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി. നിയമനം, നവകേരള സദസ്സ്, കൺസൾട്ടൻസികൾ തുടങ്ങിയ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്കാണ് സർക്കാർ കൃത്യമായ വിവരങ്ങൾ നൽകാത്തത്. വിശദമായ മറുപടി നൽകാതിരിക്കുന്നത് വിവാദം ഭയന്നാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്. വിവാദ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണോ സർക്കാർ? അങ്ങനെ കരുതേണ്ടി വരും. കാരണം സംസ്ഥാനത്ത് രാഷ്ട്രീയ കേരളം വലിയ തോതിൽ ചർച്ചയായ ചില വിഷയങ്ങളിൽ കൃത്യമായ കണക്കും വിവരങ്ങളും പ്രതിപക്ഷ എംഎൽഎമാർ ചോദിക്കുമ്പോൾ നിയമസഭയിൽ കൃത്യമായി മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പല മന്ത്രിമാരെക്കുറിച്ചും ഇത്തരത്തിൽ ആക്ഷേപമുണ്ട്. വിവാദകരമായ കാര്യങ്ങളിൽ എന്തുകൊണ്ട് കൃത്യമായി മറുപടി നൽകുന്നില്ല? നിയമസഭയുടെ ചട്ടമനുസരിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി നൽകണമെന്നതാണ് വ്യവസ്ഥ. പക്ഷേ മറുപടി നൽകുമ്പോൾ ഈ വിവാദ പരാമർശങ്ങളില്ലാതെ വിവരം ശേഖരിച്ചു വരുന്നു, ക്രോഡീകരിച്ചു വരികയാണ് എന്നൊക്കെ തരത്തിലുള്ള പലതരം മറുപടികളാണ് നൽകുന്നത്. പ്രധാനമായും എത്ര താൽക്കാലികക്കാരെയാണ് സംസ്ഥാന സർക്കാർ ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം സ്ഥിരപ്പെടുത്തിയത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യമുണ്ടായിരുന്നു. നിയമനങ്ങളുടെ വിവരമില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നവകേരള സദസ്സ് വലിയ തോതിൽ കൊട്ടി ആഘോഷിച്ച് നടത്തിയ പരിപാടിയാണ്. സർക്കാർ പരിപാടിയിൽ എത്ര രൂപയാണ് ആകെ ചെലവ് വന്നത് എന്ന ചോദ്യം മഞ്ഞളാംകുഴി അലി ചോദിച്ചു. പക്ഷേ അതിനും വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. സർക്കാർ നിയോഗിച്ച കൺസൾട്ടൻസികളുടെ എണ്ണം എത്രയാണ് എന്ന ചോദ്യം UA ലത്തീഫ് ചോദിച്ചിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. വിദേശത്ത് നിന്നും മറ്റുമൊക്കെ കൺസൾട്ടൻസികളെ വകുപ്പുകളിൽ നിയോഗിക്കുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. ഇത് എത്ര എണ്ണമാണ്, എത്ര രൂപയാണ് ചെലവ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കും UA ലത്തീഫിന്റെ ചോദ്യത്തിന് വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല എന്ന മറുപടിയിലൂടെ ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി. സമാനമായ നിരവധി ചോദ്യങ്ങൾക്കും ഇങ്ങനെയാണ്. വിവാദം ഭയന്നാണ് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകാത്തത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സുജയ. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നത് പുറത്തും പ്രതിപക്ഷം ആയുധമാക്കിയേക്കാം.